മെസ്സിയെ കേരളത്തിലെത്തിക്കാൻ നടന്നതിന്റെ മറവിലെ സാമ്പത്തിക തിരിമറി ആരോപണത്തിൽ സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചേക്കും. കരാർ നൽകിയതിലടക്കം അടിമുടി ദുരൂഹത നിലനിൽക്കവെയാണ് സർക്കാരിന്റെ നിർണായക നീക്കം. മുൻമന്ത്രി അബ്ദുറഹ്മാനെതിരെയും അന്വേഷണമുണ്ടാകും. അതേസമയം സംഭവത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് BJP രംഗത്തുണ്ട്. മെസ്സി തട്ടിപ്പ് എന്ന നിലയിൽ വിവാദമായിരിക്കുന്ന റിപ്പോർട്ടർ കൊള്ള CBIക്ക് വിടാൻ VD സതീശൻ സർക്കാർ തയ്യാറാകണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. അർജന്റീന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ട് ഉള്ള അന്താരാഷ്ട്ര ബന്ധമുള്ള ഒരു കരാറാണത്, ഒരു തട്ടിപ്പാണത്. എംബസികളുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. ഒരു സംസ്ഥാന സർക്കാരിന്റെ പേര് ദുരുപയോഗം ചെയ്താണ് ഈ കോടികളുടെ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. കേരളം ഭരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിക്കും ഈ റിപ്പോർട്ടറുമായിട്ട് ചേർന്നുള്ള കൊള്ളയിൽ പങ്കുണ്ട്, അതിലെ പങ്കാളികളാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് CBIക്കും കേന്ദ്ര ഏജൻസികൾക്കും വിടാൻ VD സതീശൻ സർക്കാർ തയ്യാറാകണമെന്ന് BJP ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു. VV വിനോദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, ഇതിന്റെ പല തലങ്ങൾ, പല തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഒരു അന്വേഷണം എത്രയും വേഗം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്? രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, ഇപ്പോൾ ഫയൽ മുഖ്യമന്ത്രിയുടെ മുമ്പിലാണ് ഉള്ളത്. അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മുമ്പിലാണുള്ളത്. കായിക വകുപ്പാണ് ഈ അന്വേഷണം നടത്തിയത്. ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തി മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച ഈ അന്വേഷണ റിപ്പോർട്ടിൽ വിജിലൻസ് അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അത് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു പ്രഖ്യാപനം ഉണ്ടാകും. അതിനിടയിലാണ് ഇപ്പോൾ BJP ഇതിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. നമുക്കറിയാം, രാജീവ് ചന്ദ്രശേഖറിനെതിരെ റിപ്പോർട്ടർ ചാനലിലൊക്കെ തന്നെ വാർത്തകൾ വരുന്നത് ഇത് പലപ്പോഴും ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്കൊക്കെ പോയിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധപ്പെട്ട് വാർത്തകൾ, കർണാടകയിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട വാർത്തകൾ, തിരിച്ചുള്ള മുട്ടൽമരമുറി വാർത്തകൾ, ഇങ്ങനെ ഒരു തർക്കം ആ ഭാഗത്ത് നടക്കുന്നു. VD സതീശനോട് വ്യക്തിപരമായി ആൻഡോ അഗസ്റ്റിന് ചില പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നിക്കുന്ന തരത്തിലാണ് അവരുടെ ആ വാർത്തകളും അങ്ങനെ ആ ടെലിവിഷനുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ എടുത്തിട്ടുള്ള നിലപാടും. ഇതെല്ലാം കൂടി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെ കൂട്ടി വായിക്കണം. കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്ത് വലിയ ക്രമക്കേട് നടന്നുവെന്ന ആരോപണമാണ് ഗുരുതരമായി ഉയർന്നു വരുന്നത്. കാരണം കായിക മന്ത്രിയെ കൂടി, അന്നത്തെ കായിക മന്ത്രി അബ്ദുറഹ്മാനെ കൂടി ഈ അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരുന്ന കാര്യം ആലോചനയിലുണ്ട്. വിജിലൻസ് അന്വേഷണം വരികയാണെങ്കിൽ ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഒരു കേസ് നടക്കുന്നു, വിദേശത്തെ കോടതിയിലാണ് ഇതിൻ്റെ രേഖകൾ എന്നൊക്കെയാണ് ആൻഡോ അഗസ്റ്റിൻ പറയുന്നതെങ്കിലും സ്വാഭാവികമായി അങ്ങനെ ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഈ രേഖകളെല്ലാം അന്വേഷണ ഏജൻസിക്ക് മുന്നിലേക്ക് എത്തിക്കേണ്ടി വരും. അതോടൊപ്പം തന്നെയാണ് ED അന്വേഷണം. ഒരുപക്ഷെ CBI അന്വേഷണം പോലെ തന്നെ ഈ കേസിലേക്ക് വരാൻ സാധ്യത ഉള്ളതാണ് ED അന്വേഷണം. വിദേശത്തേക്ക് പണം അയച്ച ഒരു കേസാണ്. 126 കോടി എന്ന ഒരു വലിയ തുക അയച്ച സംഭവമാണ്. അതിൽ ഇതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പാലിച്ചിരുന്നോ, വ്യാജരേഖകൾ തയ്യാറാക്കിയിട്ടുണ്ടോ, അനുമതികളെല്ലാം വാങ്ങിയിരുന്നോ, ഇത് കൈപ്പറ്റിയെങ്കിൽ ഇതിൻ്റെ GSTയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി അവശേഷിക്കുന്നുണ്ട്. പണമടച്ചെങ്കിൽ എത്രയാണ് GST അടയ്ക്കേണ്ടത്? ഇപ്പോൾ GST വകുപ്പിൻ്റെ ലെറ്റർ ആൻഡോ അഗസ്റ്റിന് ലഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ സജീവമാകുന്ന കാര്യമാണ്. ഏതായിരുന്നാലും വലിയ നിയമപ്രശ്നങ്ങളിലേക്ക് കൂടി പോകുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെന്ന് നിൽക്കുന്നത്. കലൂർ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുമുണ്ട്. ഒരു കരാറുമില്ലാതെ, ഒരു ടെൻഡർ നടപടികളില്ലാതെ ഒരു ഏജൻസിയെ തിരഞ്ഞെടുക്കുന്നു. സർക്കാർ കാണിച്ചത് ചട്ടലംഘനമാണ്. അതുകൊണ്ട് തന്നെയാണ് അന്നത്തെ കായിക മന്ത്രിക്ക് നേരെ കൂടി ഇപ്പോൾ ആരോപണങ്ങൾ ഉയരുന്നത്. ഒരു ഘട്ടത്തിൽ അത് പിണറായി വിജയന് നേരെയുള്ള ആരോപണങ്ങളായി മാറുകയും ചെയ്യുന്നുണ്ട്. രഞ്ജിത്ത്. ശരി വിനോദ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.